ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലൂസ് ടോക്കിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ നിവിൻ പോളിയുടെ മറ്റൊരു വീഡിയോ വന്നിട്ടുണ്ട്. മലയാളി ഫ്രം ഇന്ത്യ എന്നുള്ള മൂവിയിലെ വേൾഡ് മലയാളി ആന്തം എന്നൊരു വീഡിയോ ആണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇതിനോടകം തന്നെ ഇതിന്റെ ഒരു പ്രൊമോ വീഡിയോ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഭയങ്കര ഹിറ്റ് ആയിട്ടുണ്ട്. മാത്രമല്ല ഇപ്പൊ നമ്മുടെ നിവിൻ പോളി എന്ന് പറയുന്ന ആള് ട്രെൻഡിങ്ങിൽ വന്നിട്ടുമുണ്ട്. ഇപ്പം അവസാനം ഇറങ്ങി നമ്മൾ സിനിമയുടെ വർഷങ്ങൾക്ക് ശേഷം ഓൾറെഡി കണ്ട് അതിനകത്ത് ആ ഒരു സിനിമയുടെ ഇല്ലേ, ആ ഒരു സിനിമ ഇങ്ങനെ ഒരു എബോ ആവറേജ് ആ രീതി വന്നൊരു പടം. നിവിൻ പോളിയുടെ ആ ഒരു എൻട്രിയോട് കൂടി ആ പടം പോയ പോക്കെന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ്. എനിക്കൊന്ന് അദ്ദേഹത്തിന്റെ ആ ഒരു മാർക്കറ്റിംഗ് ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പൊ തമിഴ്നാടാണെങ്കിലും അതുപോലെ തന്നെ കേരളത്തിലാണെങ്കിലും ഈ സിനിമ അത്ര ഹിറ്റിലേക്ക് പോയി. സിമ്പിൾ ആയിട്ട് 50 കോടിയൊക്കെ അടിക്കാൻ കാരണം മെയിൻ സംഭവം പുള്ളിയുടെ ആ ഒരു കോൺട്രിബ്യൂഷൻ തന്നെ. അത് സിനിമ കാണുന്നവർക്ക് അറിയാൻ പറ്റും പുള്ളിയുടെ ആ കോൺട്രിബ്യൂഷൻ എത്രത്തോളം ആണ്. എല്ലാരും അടിപൊളിയാണ്. പിന്നെ നിവിൻ പോളിയുടെ വരവോട് കൂടി ആ സിനിമയുടെ കുറച്ചുകൂടെ ഹൈപ്പുമാണ്. ആ സിനിമയുടെ രീതി തന്നെ അതുവരെ നമ്മൾ കണ്ടുകൊണ്ട് വന്ന ആ ഒരു എന്താണ്, ഒരു സ്ലോലി പോയൊരു ആ ഒരു പടം വേറെ എന്ന് വെച്ചാൽ ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് പിന്നെ ഭയങ്കര ഹ്യൂമറൊക്കെ വെച്ചിട്ടുള്ള പരിപാടിയായിരുന്നു. അപ്പം ഇതിനകത്ത് ഡ്രസ്സിങ് ഇപ്പൊ ഈ ഒരു ഇതിനകത്ത് കാണിക്കുന്ന തമിഴിനകത്ത് ഡ്രസ്സിങ് ഒക്കെ എനിക്ക് കണ്ടിട്ട് എനിക്ക് ഏകദേശം ആ ഒരു നിതിൻ മോളി എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടറുമായിട്ട് ബന്ധം തോന്നുന്നുണ്ട് ഈ ഒരു ഡ്രസ്സിങ് ഒക്കെ കണ്ടിട്ട്. അപ്പൊ നമുക്ക് ഇതെന്തുവാന്ന് ഈ ഒരു വീഡിയോ നമുക്ക് കണ്ടുപോകാം. മാജിക് ഫ്രെയിംസ് ബ്രോ, കൃഷ്ണ സോങ് അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല റെസ്പോൺസ് ഉണ്ട്. മറ്റേ സോങ് അനുശ്വരയുടെ സോങ് ബ്രോ ഒന്നും പറഞ്ഞില്ല. എടാ 36 ദിവസം കൊണ്ട് നീ 86 ദിവസം ഷൂട്ട് ചെയ്തു. ഒരു ഓഞ്ഞ വിഗ് തന്നെ നീ എന്നെ കൊണ്ട് അഭിനയിപ്പിച്ചു. പോരാത്തിന് എന്റെ ബാക്ക് ട്രെൻഡിങ് ആക്കി. ഞാൻ നിനക്ക് പ്രൊമോ സോങ് ഡേറ്റ് തരണതാ. ചതിയാ. അതെല്ലാം വിട്, പ്രൊമോഷൻ എങ്കിലും വന്നൂടെ? പ്രൊമോഷനോ? ഈ യൂത്ത് ഐക്കൺ സ്റ്റാറായി ഞാനോ? ടൊറന്റോ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ മൂവി സ്ക്രീൻ ചെയ്തിട്ടുള്ള സൗത്ത് ഇന്ത്യയിൽ ഏറ്റവും ഫാൻ ബേസ് ഉള്ള ഇത്രയും പോപ്പുലറായി ഞാൻ പ്രൊമോഷൻ ചെയ്യണമെന്ന് ഡിജോ, നീ ഇതൊക്കെ പോയി പുതിയ പിള്ളേരോട് പറ. അല്ല ബ്രോ, ഞാൻ ഒന്ന് പറയട്ടെ ബ്രോ. ഇല്ല ഇല്ല ഇല്ല, നീ എന്നെ പറ്റിക്കാൻ നോക്കണ്ട, ഞാനിത് ചെയ്യൂല. അതേ ക്യാരക്ടർ തന്നെ നിവിൻ മോളി എന്ന് പറയുന്നത്. നിവിൻ മോളി നിതിൻ. മലയാളി ആന്തം begins. പാട്ടാ ഡാൻസേഴ്സ് മലയാളി. ഞങ്ങൾ കോട്ടയമാക്കും, ന്യൂയോർക്ക് കൊച്ചിയാക്കും, മെൽബോണും വേണേൽ കുന്നംകുളമാക്കും, മിഡിൽ ഈസ്റ്റ് മലബാറും. നിന്റെ ലണ്ടൻ ഞങ്ങൾ കോട്ടയമാക്കും, ന്യൂയോർക്ക് കൊച്ചിയാക്കും, മെൽബോണും വേണേൽ കുന്നംകുളമാക്കും, മിഡിൽ ഈസ്റ്റ് മലബാറും. വേഷം നോക്കി വെറുക്കില്ല, നിന്റെ അന്നം ഇവിടെ മുടക്കില്ല. വേഷം കെട്ട് കളിച്ചാലോർത്തോ കേരളമാണ് പൊറുക്കില്ല. ഇളയങ്കളിയുടെ നാടാ, അയ്യപ്പന്റെ നാടാ, പള്ളിക്കൂടം തുടങ്ങിയ ചവറച്ചന്റെ നാടാ, നങ്ങലിയുടെ നാടാ, കൊച്ചുണ്ണിയുടെ നാടാ, വറങ്ങിയ വിറപ്പിച്ച കുഞ്ഞാലിന്റെ ചൊരമണ്ണാടാ. ഒരു ദുനിയ അതിൽ മുങ്ങി നടക്കണ പഹയ, വിധിക്കടൽ കടന്നൊരു വിളിയ, മലയാളി ഫ്രം ഇന്ത്യ, ജപ്പാൻ, കൊറിയ, USA, UK, മലേഷ്യ. പ്രൊമോറ്റ് ഈ ഒരു മനക്കോട്ടകളമ്പര ചുംബികൾ ഞങ്ങൾ കെട്ടണതേ. ഹലോ, മലയാളികൾ അമ്പിളി മണ്ണിൽ ചായ കൊടുക്കണേ. ഒരു ജാതി ഒരു ദൈവം ഒരു മതമെന്നരുളിയ ഗുരുവിൻ മണ്ണ 18 പല
എല്ലാരെയും പറ്റി പറയുന്നുണ്ട് അല്ലേ? அடிபுடி இருந்தாலும் நீயும் நானும் சகோதர அடிப்படையில் தமிழமும் சொந்தக்கார மலையாளி மலை மேல ஏறி அந்த நிலவுல ஏறி நம்ம சேட்டா வண்டி தொற பாண்ட சாய கடை அங்கேயும் தமிழ்ல வருவா மச்சான் அட்டி போட எங்க தளபதி பாட்ட போட்டு டான்ஸ் ஆட അത് നമുക്ക് പ്രതീക്ഷിക്കാം. நம்மள கட்டி போட நம்ம போகாத நாடு ரொம்ப வீக் போல எனக்கு ஜல்லிக்கட்டு கலரி பூக்கிட்டு சாப்பிட்டா பேசுனால ஜெனட்டிக்ஸ் இறங்கிட்டு மொழிய கத்துக்கிட்டு வள்ளிய பொத்துக்கிட்டு முல்லைப்பட்டு சவுத் சைட் ப்ரௌன் வாய்ஸ்கிட்டு ஃபாரின்ல கேட்கிறான் ஆர் யூ ஃப்ரம் இந்தியா அடுத்து கேட்கிறான் இந்தியா பேசும் ஒரே மொழி ஹிந்தியா நாம இந்தியனா இல்லையான்னு கொஞ்சம் சொல்லையா സൈഡ് ഡൗൺ ഒരു ദുനിയ അതിമുങ്ങി നടക്കണ പഹയ വിധി കടലു കടന്നൊരു വിളിയ എട മലയാളി ഫ്രം ഇന്ത്യ ദുബായ് ജപ്പാൻ കൊറിയ USA UK മലേഷ്യ ഇന്ത്യ ചന്ദ്രൻ പോലും നിന്നട എട മലയാളി ഫ്രം ഇന്ത്യ കളിക്ക് കളിയാട ഒരു നീയാണൊരു മനസ്സാട മലയാളി ഫ്രം ഇന്ത്യ ഇതാണ് സിനിമയുടെ കഥ. വേറെ കോംബോ തന്നെയായിരിക്കും അല്ലേ? ടിജോ ജോസ് മെയ്യൊന്ന്. ഇതിനകത്ത് എനിക്ക് കണ്ടിട്ട് നമ്മുടെ ഇപ്പൊ വർഷങ്ങൾക്ക് ശേഷം സിനിമ കണ്ടവർക്കറിയാം നിവിൻ പോളിയുടെ ആ ഒരു റോഡ്, ആ സെയിം സംഭവം തന്നെ ഇതിനകത്ത് ആ ഒരു സംഭാഷണത്തിൽ കാണിക്കുന്നില്ലേ? അതിനകത്ത് നിതിൻ മോളി എന്നുള്ള ക്യാരക്ടറാണ് ഇതിനകത്ത് കറക്റ്റ് ഈ ഒരു രീതിയിൽ തന്നെ പുള്ളിയുടെ ആ ഒരു ഡയലോഗ് ഡെലിവറിയും ഡ്രസ്സിങ്ങും ആ ഒരു എന്താണ് മൊത്തത്തിലുള്ള ആ ഒരു സ്വാഗ് ഉണ്ടല്ലോ, അത് സെയിം സംഭവം തന്നെയാണ്. അപ്പൊ അത് വെച്ചിട്ടാണ് ഈ ഒരു സിനിമയിൽ ഇത് കാണിച്ചേക്കുന്നത്. അത് യഥാർത്ഥ നിവിൻ പോളി അങ്ങനെയാണെന്നുള്ള രീതിയിലാണ് ഇതിനകത്ത് കാണിച്ചേക്കുന്നത്. പിന്നെ നമ്മുടെ ഈ ഒരു സോങ് കിടിലായിട്ടുണ്ടല്ലേ? എല്ലാം മിക്സ് ചെയ്ത് അവസാനം മലയാളം ഇന്ത്യ ഒരു DJ സെറ്റപ്പ് ആണ് ഈ ഒരു പാട്ട് വന്നിരിക്കുന്നത്. പക്ഷെ അതിനകത്ത് തന്നെ മലയാളത്തിനെ പറ്റി മെയിൻ ആയിട്ടുള്ള ആൾക്കാരെ പറ്റി എല്ലാം ഇതിനകത്ത് പറയുന്നുണ്ട് അല്ലെ? നമ്മുടെ ആ ഒരു കൾച്ചറിനെ പറ്റി ഇതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊക്കെ കൊണ്ട് നല്ലൊരു പാട്ട് തന്നെ ആയിരുന്നു. എന്ന് വെച്ചാൽ ലിറിക്സ് സൂപ്പർ ആയിരുന്നു. പിന്നെ ഇതിനകത്ത് കമ്പോസ് ചെയ്തേക്കുന്ന ആ ഒരു മിക്സിംഗ് ഒക്കെ അടിപൊളിയായിരുന്നു. നല്ല ബീറ്റ് ഒക്കെ ഇട്ട് നല്ല തകർക്കാൻ പറ്റി തുള്ളാൻ പറ്റി നല്ല പാട്ട് തന്നെയായിരുന്നു. പിന്നെ നമ്മൾ പ്രതീക്ഷിക്കാത്ത സംഭവം ഇതിനകത്ത് തമിഴ് കയറി വന്നത് അത് കിടിലായിട്ടുണ്ട്. ആ ഒരു അവിടെ നിന്ന് തൊട്ടുള്ള ലിറിക്സ് ആണെങ്കിലും പിന്നെ അവിടെ നിന്നിട്ടുള്ള ഒരു ട്യൂൺ ചേഞ്ച് ഒക്കെ ആണെങ്കിലും ഇടിവെട്ടായിട്ടുണ്ട്. മൊത്തത്തിൽ ഈ പാട്ട് തുടങ്ങുന്നതിന് മുമ്പ് കുറച്ച് സീൻസ് കാണിക്കുന്നില്ല, അതൊരു നല്ല രസം അത് കണ്ടോണ്ടിരിക്കും. അത് ഈ പ്രൊമോയ്ക്കകത്തും ഈ ഒരു സീൻസ് ആദ്യം ഇങ്ങനെ കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പം എനിക്ക് നല്ലൊരു കോമഡി മൂവി തന്നെ ആയിരിക്കാം. ഞങ്ങൾ കൂടുതൽ ഇതിനകത്ത് പ്രതീക്ഷിക്കുന്നത് നമ്മുടെ ധ്യാൻ ശ്രീനിവാസന്റെയും നിവിൻ പോളിയുടെ എന്ന് വെച്ചാൽ കോംബോയാണ്. ഇവര് സിനിമയ്ക്ക് പുറത്ത് ഭയങ്കര കൗണ്ടർ അടിച്ച് ഭയങ്കരമായിട്ട് ഈ തമാശകളൊക്കെ പറയുന്ന ആ ഒരു എന്ന് വെച്ചാൽ ഒരുപാട് അടുപ്പമുള്ള രണ്ടുപേരാണ് ഈ നിവിൻ പോളിയും അതുപോലെ തന്നെ ധ്യാൻ എന്ന് പറയുന്നത്. അപ്പം അവരുടെ സിനിമയ്ക്കകത്ത് വരുമ്പോൾ ഇവരുടെ കോംബോ എത്രത്തോളം എങ്ങനെയാണെന്നുള്ളത് നമുക്ക് കാത്തിരിക്കാൻ ഭയങ്കര ആകാംക്ഷ. ആ ഒരു സോങ്ങിനകത്ത് തന്നെ നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടല്ലേ? ആ സോങ്ങും രണ്ടുപേരുടെ കോംബോ അവർ തകർത്തെന്ന് തന്നെ പറയാം. അപ്പൊ ഈ സിനിമയ്ക്കകത്ത് മുഴുനീളെ അവർ രണ്ടും വരുമ്പോഴത്തേക്ക് വേറെ ലെവലായിരിക്കും. എന്തുവായാലും മെയ് 1 നിവിൻ പോളിയുടെ കംബാക്ക് നമ്മളിപ്പോ കണ്ടു. അവൻ നെക്സ്റ്റ് ഇതിലാണ് പിടിക്കാൻ പോകുന്നത്. അപ്പൊ ഈ ഒരു സിനിമയും ഭയങ്കര ഹിറ്റ് ആകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഓക്കെ, ബൈ.